ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. പച്ചമാങ്ങയും ചക്കക്കുരും കൊണ്ടുള്ളൊരു അടിപൊളി കറിയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ധാരാളം ചക്കയും മാങ്ങ ഒക്കെ കിട്ടുന്ന സീസണല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കറിയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയ ചക്കക്കുരു മാങ്ങ എല്ലാം കൂടി കുക്കറിലിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർ എരിവ് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ പാകത്തിന് വെള്ളവും ഒക്കെ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. കറി വയ്ക്കൊന്നുമില്ലാത്ത സമയം ഇതുമാത്രം മതി. പിന്നെ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു തേങ്ങ മുറിയാണ്. കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടി അരച്ചെടുത്തു, നന്നായി അരച്ചെടുത്തു. 2 വിസിൽ അടിഞ്ഞപ്പോൾ കഷ്ണമൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങ ഒക്കെ സെറ്റായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ അരപ്പ് ഇനി ചേർത്ത് കൊടുക്കാം. നന്നായി അരച്ചെടുക്കുക. അങ്ങനെ അതിലേക്ക് ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ജീരകം തേങ്ങയും കൂടി അരച്ച് ചേർത്ത് ഒരു 2 തള തിളയ്ക്കണ വരെ ഒന്ന് ഗ്യാസ് വയ്ക്കുക. അതിന് ശേഷം കറി വറവിടുന്ന പരിപാടിയിലേക്ക് കടക്കാം. ഇപ്പോൾ കറി ഇതിന് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറി ടേസ്റ്റ് കുറയും. അപ്പോൾ കറി വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ വെളിച്ചെണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം കടുകും കുറച്ച് ഉലുവയും കറിവേപ്പിലയും ഇട്ട് വറവിടാം. ഉണക്കൽമുളക് ഇട്ടാലും ടേസ്റ്റ് കൂടും. ഇവിടെ ഇന്ന് ഉണക്കൽമുളകില്ല. അപ്പോൾ പിന്നെ കടുകും ഉലുവയും കറിവേപ്പിലയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നന്നായി ചട്ടി ചൂടാവാൻ കുറച്ച് പ്രയാസമായ കാരണം താമസമായി. അങ്ങനെ വറവിട്ട് അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ്.